ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൂർഗിലാണ്. ഇപ്പോൾ ഉള്ളത് കൂർഗ് ഗേറ്റ് റെസ്റ്റോറൻറ്റിലാട്ടാ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. രാവിലെ 7 മണിക്ക് നമ്മൾ അടിയിൽ ഇവിടെ ഒരു 9 മണിയാകുമ്പോൾ കറക്റ്റ് എത്തും ചെയ്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഓൾറെഡി എല്ലാവരും ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെ കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് നല്ല പൊറോട്ടയും നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ഫർസി വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാണ്. എനിക്കൊന്ന് വിശന്നിട്ടായിരിക്കും കേട്ടോ. വേറൊരു വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ ഇവരുണ്ടാകുന്നത് അത്ഭുതത്തോടെ എന്തോ നോക്കിയിരിക്കണം കേട്ടോ. ഇതും വിശപ്പിൻ്റെ അസുഖം തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എന്താ പറയുക, മസാല ദോശ കേട്ടോ. ബാക്കി എല്ലാവരും പൊറോട്ടയും അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല ആവോലി കറി കടായി ആക്കിയിട്ട് കൊണ്ടുവന്ന സാധനം കേട്ടോ. ഈ തീ കണ്ട അത് ചൂട് പോകുന്നതിനാണ് കേട്ടോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫലാബിനെയും കൂട്ടി പുറത്തേക്ക് വന്നു കേട്ടോ. ഫലാബി വൈരം കൊടുക്കുന്നതുകൊണ്ട് തന്നെ മുപ്പിക്ക് ഭക്ഷണം കഴിക്കാമെന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ ഫലാബിനെയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടാ. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതിന് എരുമാടിലേക്കാണ് കേട്ടോ. എരുമാട് നമുക്ക് ചെറിയൊരു നേർച്ചയുണ്ട്. ഫലാബിക്ക് മുപ്പിൻ്റെ ഉമ്മ നേർച്ചയാക്കിയാണ് കേട്ടോ. അപ്പോൾ പ്രസവത്തിന് ശേഷം അവിടെ കൂട്ടി പോകാനുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ. കൂർഗിൽ എരുമാടിലേക്ക് മെയിനായിട്ട് വന്നത് ഈ നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇതാണ് എരുമാട് ജുമാ മസ്ജിദ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്, അതായത് ബാക്ക് സൈഡിലാണ് മക്കാമും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മക്കാമിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് കേട്ടോ മക്കാമും. ഈ കാണുന്നതാണ് നമ്മൾ മെയിൻ മക്കാമ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു ദർഗയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് അത്ഭുതങ്ങളും അതുപോലെ തന്നെ ചരിത്രങ്ങളും കടന്നുറങ്ങുന്ന മണ്ണാണ് കേട്ടോ ഈ ദർഗ ഷെരീഫ്. അപ്പോൾ ഇതിൽ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മക്കാം. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് വേണം മക്കാമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. ഒരുപാട് അന്യമതത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ സൂഫി ഷെയ്ദ് എന്ന് പറഞ്ഞവരുടെ ദർഗ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ദർഗ ഇങ്ങനെ വന്നത് കാരണവും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ലോങ് വീഡിയോ ആയിട്ട് പോകേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ദുആർന്ന് യാസീനൊക്കെ ഓതി പിന്നെ ദർഗയിൽ നമ്മൾ സിയാർത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോക്കാൻ കേട്ടോ. അപ്പോൾ ആ പോകുന്ന സമയത്ത് തന്നെ ഉണ്ടായത് ലോഹറ് ബാങ്ക് കൊടുത്തതാണ്. ലോഹറ് നിസ്കരിച്ചിട്ട് പുറത്ത് പോകാന്നുള്ള രീതിയിൽ അങ്ങനെ പള്ളിയിൽ ലോഹറ് നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചന്തയുള്ള സ്ഥലമുണ്ട് കേട്ടോ. ചന്ത കണ്ടാൽ പിന്നെ പെണ്ണുങ്ങന്മാർക്ക് പൊതുവേ എന്തായാലും കയറി ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടായും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ സമയം അപ്പോൾ നമ്മൾ നേരെ മടക്കേരിയിലേക്ക് പോകുന്നത്. മടക്കേരിയിലേക്ക് നല്ലൊരു സ്ഥലം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ട കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബായിട്ട് എന്താ രസം എന്ന് പറയുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, അത്യാവശ്യം വീഡിയോ ഒക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. മുപ്പിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ആമയൊക്കെ ഭക്ഷണം വിളമ്പുന്നുണ്ട് കേട്ടോ. നല്ല ഉമ്മ നെയ്ച്ചോറും വെറുംചോറും അതുപോലെ തന്നെ കോഴിക്കറി ആക്കിയിട്ട് കൊണ്ടുവന്നു കേട്ടോ. കോഴിക്കറിയും കോഴി പൊരിച്ചതും ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ആ സ്ഥലവും ആ ഫുഡും ഒരു എന്താ പറയുക നല്ല വൈബായിരുന്നു. അത്രയും ടേസ്റ്റും ഉണ്ട്, ഫുഡും നല്ല രസവും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ മഴ ചതിച്ചേട്ടാ. അങ്ങനെ നമ്മൾ ആ സുഖം സുഹിക്കാതെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് മഴയും നോക്കി കഴിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ അബി ഫോൾസിലേക്ക് വന്നു കേട്ടോ. ഈ അബി ഫോൾസിലേക്ക് വരാൻ കാരണം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള ഉദ്ദേശം കൊണ്ട് വന്നിരുന്നു കേട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് പെട്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി വന്ന സ്ഥലമാണ്. ഈ സ്ഥലം പുതുതായി സിപ്പ് ലൈനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിപ്പ് ലൈനിലൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതുതായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ സിപ്പ് ലൈനിൽ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേറ്റത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഈ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് 500 രൂപ കേട്ടോ. ഒരാൾക്ക് പെർ ഹെഡ് 500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഭയങ്കര സംഭവമാണ് കേട്ടോ. അത്രയും ലോങ്ങും അത്രയും ഹൈറ്റും ഉള്ളൊരു സംഭവമാണ് കേട്ടോ. 500 രൂപ കൊടുത്താലും മുതലാവും. ധൈര്യമുള്ളവർക്ക് മുതലാവും കേട്ടോ. നമ്മളെപ്പോഴത്തെ ആളാണെങ്കിൽ ഇങ്ങ് എത്തുമ്പോൾക്ക് ഏകദേശം മയ്യത്താവും. ആ ഒരു കണ്ടീഷനാണ് കേട്ടോ അടുത്ത അവസ്ഥ. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബി ഫാൾസ് ഓൾറെഡി കണ്ടുകൊണ്ട് തന്നെ പിന്നെ അമ്മായിയും അവരൊക്കെ കാണാൻ വേണ്ടി പോയി. നമ്മൾ പോയിട്ടില്ല കേട്ടോ. നമുക്ക് ഓൾറെഡി കണ്ടുകൊണ്ട് നമുക്ക് വലിയ മൂടില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നേരം പുതിയൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.